എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൽ ഓൾറെഡി നമുക്ക് ലഭിച്ചൊരു ഫീച്ചറാണല്ലോ വ്യൂ വൺസ് എന്ന് പറഞ്ഞ്. അതായത് നമ്മളൊരു ഫോട്ടോയോ വീഡിയോയോ വ്യൂ വൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കഴിഞ്ഞാൽ അവരത് ഓപ്പൺ ആക്കി കണ്ടതിന് ശേഷം പിന്നീട് അവർക്ക് രണ്ടാമത് ഓപ്പൺ ആക്കിയാൽ അത് കാണുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ കുറച്ച് പേര് പിന്നീട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കുമായിരുന്നു. എന്നാൽ ഈ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റിൽ ഇനി മുതൽ അങ്ങനെ അയക്കുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസോ നമുക്കത് സ്ക്രീൻഷോട്ട് എടുക്കുവാനോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെക്കുവാനോ സാധിക്കുന്നതല്ല. അപ്പോൾ അതെങ്ങനെയാണ് വാട്സപ്പിൽ വന്നിരിക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എൻ്റെ മറ്റൊരു ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലോട്ട് വ്യൂ വൺസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തുകൊണ്ട് അയച്ചിരിക്കുന്നൊരു ഫോട്ടോയാണ്. ഇതെങ്ങനെയാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തു, അതിനുശേഷം ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ ഫോട്ടോ കാണാവുന്നതാണ്. ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ താഴെ കാണാവുന്നതാണ് കനോട്ട് ടേക്ക് സ്ക്രീൻഷോട്ട് ഡ്യൂ ടു സെക്യൂരിറ്റി പോളിസി എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എടുക്കാമോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡർ ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ സ്ക്രീൻ റെക്കോർഡർ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഫോട്ടോ ആ സ്ക്രീൻ റെക്കോർഡറിൽ കിട്ടുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ആ സ്ക്രീൻ റെക്കോർഡർ ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ സ്ക്രീൻ റെക്കോർഡറിൽ പോലും ആ ഒരു ഫോട്ടോ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊറോണ ടൈമിലൊക്കെ പല മീറ്റിങ്ങുകൾക്കും നമ്മൾ വീട്ടിലിരുന്ന് പങ്കെടുക്കുവാനായിട്ട് സൂമിലൊക്കെ ക്രിയേറ്റ് ചെയ്ത പല ലിങ്കുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുമായിരുന്നു. എന്നാൽ ഇനി മുതൽ നമുക്ക് വാട്സപ്പിലും അതേപോലെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മുടെ കോൾ ലിസ്റ്റ് എടുക്കുക. അതിൻ്റെ ടോപ്പിലായിട്ട് തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കാണാം, ക്രിയേറ്റ് കോൾ ലിങ്ക് എന്ന് പറഞ്ഞ് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് വീഡിയോ കോളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വോയിസ് കോളിൻ്റെ ലിങ്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് രണ്ടാമത് കാണുന്ന കോൾ ടൈപ്പ് എന്ന് പറഞ്ഞ ഓരോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വോയിസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വോയിസ് കോളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കോളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനിലാണ്. നമ്മുടെ നോർമൽ വാട്സപ്പിൽ ഈ ഒരു ഫീച്ചർ താമസിക്കാൻ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വാട്സപ്പ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.